ചാപ്റ്ററിന്റെ പേര് എഴുതിക്കോ, വർക്ക് എനർജി പവർ. വർക്ക് എനർജി പവർ. അപ്പോൾ നമുക്ക് ആദ്യം വർക്കിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. വർക്ക് എന്ന് സബ്ഹെഡിങ് എഴുതുക. കാണാം അവിടെ സബ്ഹെഡിങ് എഴുതുക. ഇനി വർക്കിനെ പറ്റി എഴുതുക. വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ. വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ. ടു ബി ഡൺ. ഡൺ കോമ if force applied on a body. Force applied on a body produces displacement. Produces displacement. അതായത് വർക്ക് നടന്നു എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ബോഡിയുടെ മണ്ടയ്ക്ക് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിലോട്ട് തന്നെ എന്തുണ്ടാവണം? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം. എന്നാലേ ഇപ്പം ഞാൻ ആരോണിനെ പിടിച്ച് തള്ളുവാണ്. ആരോൺ എങ്ങോട്ട് മൂവ് ചെയ്തു? ആരോൺ അങ്ങോട്ട് മൂവ് ചെയ്തു ഇല്ലേ? അപ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഫോഴ്സ് അങ്ങോട്ട് എടുത്തപ്പോൾ അങ്ങോട്ടൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായെങ്കിൽ ഞാൻ ആരോണിന്റെ മണ്ടയ്ക്ക് വർക്ക് ചെയ്തെന്ന് അർത്ഥം. അപ്പം വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ നമുക്ക് മനസ്സിലാവണം, നമുക്ക് എന്ത് ചെയ്യണം? ഫോഴ്സ് അപ്ലൈഡ് ഓൺ എ ബോഡി പ്രൊഡ്യൂസസ് എന്തായിരിക്കണം? ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ വർക്കിന്റെ ഇക്വേഷൻ വർക്ക് W ഈക്വൽ ടു എന്താ? ഫോഴ്സ് ഇൻറ്റു എന്താണെന്നായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എന്നായിരിക്കും. അവിടെ ഒന്ന് W ഈക്വൽ ടു F ഇൻറ്റു S എന്ന് എഴുതാം. F ഇൻറ്റു S എന്ന് എഴുതാം. അതേപോലെ തന്നെ എന്താണ് ആ ക്വസ്റ്റ്യനോട് അവനൊന്ന് കാണിച്ചു കൊടുത്തില്ല. അവിടെ ഒന്ന് വർക്കിന്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണ്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താ? മീറ്റർ ആണ്, ന്യൂട്ടൺ മീറ്റർ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നതെന്ന് അറിയാമോ? അതിനെ നമ്മൾ ജൂൾ എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മിഷേൽ ക്ലിയർ ആണോ? സന്ന ക്ലിയർ ആണോ? അതെ സർ. ഓക്കെ. ഇനി നമ്മൾ ബേസിക് ഇക്വേഷൻ ആണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ടേം കൂടെ വരുന്നുണ്ട്. കോസ് തീറ്റ എന്ന് പറയുന്ന ടേമും കൂടെ വരുന്നുണ്ട്. ആ കോസ് തീറ്റ എന്ന് പറയുന്ന ടേമും കൂടെ എന്തുകൊണ്ട് വരാൻ കാരണക്കാരനായി എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ. നമ്മൾ സാധാരണ നിങ്ങൾ വരയ്ക്കാനുള്ളതാണേ. നമ്മളൊരു ട്രോളി ബാഗ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ട്രോളി ബാഗ് നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രോളി ബാഗ് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രോളി ബാഗ് വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഫോഴ്സ് അപ്ലൈ ആവുന്ന എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങോട്ടേക്കല്ലേ? ആണോ? ഫോഴ്സ് കൊടുക്കുന്ന അങ്ങോട്ടേക്കല്ലേ? പക്ഷേ ഈ നമ്മൾ പഠിച്ചെന്താ? ഫോഴ്സ് കൊടുത്ത അതേ ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണമെന്നല്ലേ ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടല്ലേ ഉണ്ടാകുന്നത് അല്ലേ? അതിൻ്റെ കാരണം എന്താ മിഷേലെ? മിഷേൽ അറിയാമോ? മിഷേൽ കേൾക്കാമോ? ഹലോ കുഞ്ഞ് കേൾക്കാമോ? അതായത് നമ്മൾ സാധാരണഗതിയിൽ ഇത് വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് വർക്ക് നടന്നു നമുക്ക് മനസ്സിലാവണമെന്നുണ്ട്. വർക്ക് എന്തായാലും ഇവിടെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ വലിക്കുന്നത്. അപ്പം അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയാണോ ഉണ്ടാകുന്നത്? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് ദണ്ട് ഇങ്ങോട്ടാണ് ഇല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് ദണ്ട് ഇങ്ങോട്ടാണ്. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് ഇങ്ങോട്ടാണ്. അതിനർത്ഥം എന്താണെന്നറിയോ? എപ്പോഴും ആലോചിച്ചോണം. ഏതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ള ക്വാണ്ടിറ്റിനെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഏതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയും സ്ലാൻഡിങ് പൊസിഷനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഫോഴ്സ് ഇങ്ങനെയാണെങ്കിൽ ഇതിനൊരു കമ്പോണന്റ് ഈ ഡയറക്ഷനിലും കാണും, ഇതിനൊരു കമ്പോണന്റ് ഈ ഡയറക്ഷനിലും കാണും. അപ്പം ഇവിടെ നമുക്ക് ഇതിപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷനാണ് ഡിസ്പ്ലേസ്മെന്റ്. ഈ ഡിസ്പ്ലേസ്മെന്റിന്റെയും ഈ മെയിൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷന്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഫോഴ്സിന്റെ എഫ് കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് ആയിരിക്കും ഇവിടെ, എഫ് സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് ആയിരിക്കും ഇവിടെ. അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. രണ്ട് കമ്പോണന്റ് ഏതൊക്കെയാണ്? അപ്പം നിങ്ങളെന്താ മനസ്സിലാക്കേണ്ടത്? ഏതൊരു വെക്ടർ ക്വാണ്ടിറ്റിയും സ്ലാൻഡിങ് പൊസിഷനിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് രണ്ട് ഡയറക്ഷനിലോട്ടും അതിന്റെ കമ്പോണന്റ് ഫോഴ്സ് ആക്ട് ചെയ്യും. അതായത് ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും,
ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡയറക്ഷനിലുള്ള ഇതാണ് തീറ്റ എന്ന് എടുക്കുന്നതുകൊണ്ട് തീറ്റ അടുത്തുള്ള കമ്പോണൻ്റ് ആയിരിക്കണം കോസ് കമ്പോണൻറ്റ്. അതുകൊണ്ട് എഫ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ എടുത്തു, എഫ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിലെ എടുത്തു. അപ്പോൾ ഇവിടെ ഏത് ഫോഴ്സാണ് ശരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്നത്? ഈ എഫ് ആണോ ഉണ്ടാക്കുന്നത്, ഈ എഫ് സൈൻ തീറ്റ ആണോ ഉണ്ടാക്കുന്നത്, ഈ എഫ് കോസ് തീറ്റ ആണോ ഉണ്ടാക്കുന്നത്? എഫ് കോസ് തീറ്റ ആണ് ഉണ്ടാക്കുന്നത്. കാരണം എന്താ, ആ എഫ് കോസ് തീറ്റയുടെ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വർക്കിൻ്റെ ഇക്വേഷനെ നമ്മൾ ഒന്ന് എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്ത് എഴുതാൻ പോവാണ്. എഫ് ഇൻറ്റു എസ് ആണ് ഫോഴ്സ്. ഇവിടെ എന്താ ഫോഴ്സ് പ്യുവർലി ആ ഫോഴ്സ് അല്ല ആക്ട് ചെയ്യുന്ന, പകരം എന്താ എഫ് കോസ് തീറ്റ എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു എന്താണ് എസ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എന്തെന്ന് എഴുതാം, എഫ് എസ് കോസ് തീറ്റ എന്ന് എഴുതാം. വേർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. where theta is the angle between എന്താണ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. മിഷേലിന് മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. സനയ്ക്കും അതുപോലെ. മിഷേലിന് മനസ്സിലായോ? ആയില്ലെങ്കിൽ ആയില്ലെന്നും പറയണേ. മിഷേൽ ഒന്ന് പറയണേ. മിഷേൽ ഓക്കെ. പക്ഷെ നിങ്ങളുടെ സ്കൂളിലൊക്കെ പറയുന്നത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാനായിരിക്കും പറയുന്നത്. എഫ് കോസ് തീറ്റ എഫ് സൈൻ തീറ്റ എന്നൊക്കെ പറഞ്ഞ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ. അതിൻ്റെ റിയലി കൺസെപ്റ്റ് ഇതാണ്. എന്താണ്, ഇപ്പം വേറെ ഉദാഹരണം പറയാം. ഒരു വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വെലോസിറ്റിക്ക് എത്ര കമ്പോണൻ്റ് ഉണ്ടാവും? 2 കമ്പോണൻ്റ്. ഇത് ചരിഞ്ഞ് ആക്ട് ചെയ്യുന്നത്. വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് ഇനി 2 കമ്പോണൻറ്റ് കാണും. ഒന്നെന്താ വി കോസ് തീറ്റയും അതേപോലെ എന്താ ഇങ്ങോട്ടേക്ക് വി സൈൻ തീറ്റയും കാണും. അതേപോലെ നിങ്ങൾ ഏത് വെക്ടർ ക്വാണ്ടിറ്റി എടുത്തിട്ട് സ്ലാൻഡിങ് പൊസിഷനിൽ ആക്ട് ചെയ്താലും അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 വെക്ടറാണ്. +1 പഠിക്കും. അതിനെ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ എന്നാണ് അതിന് പറയുക. മനസ്സിലായോ? തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 പടം വരച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ക്ലിയർ ആണോ? ഓക്കെ. എഴുതിയോ മിഷേൽ? എഴുതിയോ മിഷേൽ? സന എഴുതിയോ? സന സനയ്ക്ക് ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അടുത്തത് നമ്മൾ ടൈപ്സ് ഓഫ് വർക്ക് ആണ്. ഹെഡിങ് എഴുതിക്കോ. ടൈപ്സ് ഓഫ് വർക്ക്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഫുൾ എഴുതിയിടോ. അത് എഴുതിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന ക്വസ്റ്റ്യൻ എഴുതി. അവനും കൂടെ പറഞ്ഞു വിടും. നീയും സായിഡ് കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞോ? ആദ്യത്തെ അറിയത്തില്ല, 2, 3 ബാക്കിയുള്ളെല്ലാം എഴുതി. ടൈപ്സ് ഓഫ് വർക്ക് എന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് ഒന്നാമത്തേത് പോസിറ്റീവ് വർക്ക്. ഒന്നാമത്തെ പോസിറ്റീവ് വർക്ക്. രണ്ടാമത്തേത് നെഗറ്റീവ് വർക്ക്. മൂന്നാമത്തേത് സീറോ വർക്ക്. സയൻസിന് ടെക്സ്റ്റ് കയ്യിലുണ്ടോ? സയൻസിന് ടെക്സ്റ്റ് കയ്യിലില്ലേ? ടെക്സ്റ്റ് കയ്യിലുണ്ടോ? ആരുടെയിൽ ഉണ്ട്. അതിൻ്റെ ആ പുറകിലത്തെ സോൾഡ് ക്വസ്റ്റ്യൻ, ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനൊരു സാധനമുണ്ട്. അതുകൂടെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയിട്ട് അതും കൂടെ എഴുതി. ആ നേരത്തെ അറിയാത്ത 3 ക്വസ്റ്റ്യന് പകരം ഇതും കൂടെ എഴുതി. അതല്ല, അവിടെ അല്ല, ചാപ്റ്ററിൻ്റെ പുറകിൽ. ആ ചാപ്റ്ററിൻ്റെ പുറകിൽ ടെക്സ്റ്റ് എടുത്തിട്ട് ക്വസ്റ്റ്യൻ കാണിക്കുക. അല്ല, ന്യൂമറിക്കൽ എടുത്തേടാ പുറകിൽ. ന്യൂമറിക്കൽ അല്ല, ക്വസ്റ്റ്യൻ്റെ എടുത്ത്. ക്വസ്റ്റ്യൻ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ്. ഇൻഡെക്സ് ക്വസ്റ്റ്യനകത്ത് 7ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക.
ഇൻഡെക്സ്ഡ് ക്വസ്റ്റിനകത്ത് 7ാമത്തെ ക്വസ്റ്റ്യൻ. അതും കൂടെ എഴുതിയിട്ട് ബുക്ക് അടച്ചു വെക്കുക. ബുക്ക് അവിടെ സൈഡിലോട്ട് ആ ബെഞ്ചിലോട്ട് വല്ലതും വെച്ചിട്ട് എഴുതി. ഓക്കെ, ഇവിടെ നോക്കിയോ, ടൈപ്സ് ഓഫ് വർക്ക്, പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഇവിടെ ആദ്യം പോസിറ്റീവ് വർക്ക് എന്ന് ഹെഡിങ് എഴുതിക്കും. പോസിറ്റീവ് വർക്ക് എന്ന് ഹെഡിങ് എഴുതുക. എന്താ മിഷേലെ പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ? വെരി ഗുഡ്. ഓക്കെ, എന്താ മിഷേലെ പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പറഞ്ഞേ, അറിയാവോ? ഫുള്ള് പറയാം, നോക്കിയോ. ഇഫ് എഴുതിക്കോ. ഇഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് are in same direction, work is said to be positive. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനും അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അതിന് അവിടെ ഉണ്ടാകുന്ന വർക്കിനെ എന്തെന്ന് പറയാം? പോസിറ്റീവ് വർക്ക് എന്ന് പറയാം, ഇല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയേ, ഒരു കാര്യം നമുക്കറിയാം. അതായത് ഫോഴ്സിന്റെ ഡയറക്ഷനും ഇതേ ഡയറക്ഷനാണ്, ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനും ഇതേ ഡയറക്ഷൻ ആണെങ്കിൽ ഇവരുടെ രണ്ടിന്റെ ഇടയിൽ ആംഗിൾ ഉണ്ടോ? ഇല്ല. തീറ്റ എന്തായിരിക്കും? 0. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വർക്കിന്റെ ഇക്വേഷൻ എന്താ? തീറ്റ 0 ആണെങ്കിൽ കോസ് 0 ആണ് വരുന്നത്. കോസ് 0 എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർക്ക് W = FS കോസ് തീറ്റ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് W = FS × 1 എന്ന് വരുന്നത്. കോസ് 0 1 ആണ്. അങ്ങനെയാണ് W എന്താ? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. ക്ലിയർ ആണോ മിഷേൽ? ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. പുഷിങ് എ കാർ വെൻ കാർ ഈസ് അണ്ടർ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന സമയത്ത് എന്താ? നമ്മളൊരു കാർ തെള്ളുകയാണെന്നുണ്ടെങ്കിൽ എന്താ? അത് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും, ഇല്ലേ? ഇല്ല, നമ്മൾ ഇപ്പം പെട്ടെന്ന് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയ കാരണം നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ലോ. അപ്പോൾ നമ്മൾ പെതുക്കെ എന്ത് ചെയ്യും? നമ്മൾ പെതുക്കെ തെള്ളി എവിടെയെങ്കിലും സൈഡിലോട്ട് കൊണ്ടിടും, ഇല്ലേ? നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിൽ തന്നെ എന്താ? അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുകയാണ്. അതുകൊണ്ട് അത് പോസിറ്റീവ് വർക്കാണ്. ഓക്കെ ആണല്ലോ. ഇനിയും അതേപോലെ തന്നെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് കപ്പിയില്ലാതെ വെള്ളം കോരുന്നതിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. കപ്പിയില്ലാതെ വെള്ളം കോരുന്നതിനെ പറ്റി. കപ്പിയില്ലാതെ വെള്ളം കോരി എങ്ങനെയാ? നമ്മൾ മുക്കി എന്ത് ചെയ്യുന്നു? കപ്പില്ലാതെ ഇങ്ങനെയാണ് കോരുന്നത്, ഇല്ലേ? ഇങ്ങനെ കോരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും മുകളിലോട്ടാണ്, ആ തൊട്ടിയും മുകളിലോട്ട്, ഡിസ്പ്ലേസ്മെൻറ്റും മുകളിലോട്ടാണ്. അത് രണ്ടും പോസിറ്റീവാണ്. അപ്പോൾ വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് തന്നെ എഴുതിക്കോ. എക്സാമ്പിൾ വർക്ക് ഡൺ by applied force in pushing a car. രണ്ടാമത്തേത് work done by applied force in lifting a bucket of water from well without pulley. ഓക്കെ ആണോ മിഷേലെ? അതെ സർ. സനെ ഓക്കെ ആണോ? ഓക്കെ സർ. അടുത്തത് നെഗറ്റീവ് വർക്ക്. ഹെഡിങ് എഴുതിക്കും. നെഗറ്റീവ് വർക്ക്. എന്തുവാ? അപ്ലൈ ചെയ്ത ഫോഴ്സും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അങ്ങനെ ഒരു സാധനം ഉണ്ടാവും. ഞാൻ ഇവനെ അങ്ങോട്ട് തള്ളുക, ഇവന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട് വരുമോ? ഇല്ല. അപ്പോൾ അതെങ്ങനെയാണ് കേസ് വരുന്നത്? നമുക്ക് നോക്കാം. എഴുതിക്കോ. ഈഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് are in
ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ work is said to be negative. നമുക്ക് ആ പടം വരയ്ക്കാം. ഫോഴ്സ് ഈ ഡയറക്ഷനിലോട്ട് കൊടുത്തത്, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷനിലോട്ട്. അപ്പം ഈ തീറ്റ എന്താ, ഇവിടെ നോക്കിയേ, ഇതപ്പോൾ ഈ ആംഗിൾ എന്ത് വരും, ഇതാണ് തീറ്റ, അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ അതെന്താ, അത് തീറ്റ എന്ന് പറയുന്നത് 180 ആണ്. കോസ് 180 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കോസ് 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. അപ്പോൾ നമുക്ക് വർക്കിൻ്റെ ഇക്വേഷൻ വർക്ക് ഡബ്ല്യു ഇസിക്കൽ എന്താ, എഫ് എസ് കോസ് തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ഇസിക്കൽ എന്താ, എഫ് എസ് കോസ് 180 ആണ്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ഇസിക്കൽ എന്തെന്ന് വരും, എഫ് എസ് ഇൻറ്റു -1 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ഇസിക്കൽ എന്താ, നെഗറ്റീവ് എഫ് എസ് എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു എന്താണ്, ഡബ്ല്യു ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ശരിയല്ലേ? അതെങ്ങനെയാണ്, നിങ്ങളൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം, അല്ലെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കുന്ന കേസ്. കണക്ട് ചെയ്യുന്ന ഇങ്ങനെ വലിക്കും. ആ ഡിസ്പ്ലേസ്മെന്റ് കറക്റ്റാണ്. നമുക്ക് നോക്കാം, അല്ലേ തന്നെ നോക്കിയേ, അല്ലേ തന്നെ എക്സാമ്പിൾ പറയാം. ഞാൻ നടക്കുന്നു, ഇവിടെ ശ്രദ്ധിച്ച, ഞാൻ നടക്കുന്നു, ഇതാണ് എൻ്റെ കാല്. നീ അങ്ങോട്ട് നോക്കണം, നീച്ച് നേരെ ഇരുന്ന് ഞാൻ അങ്ങോട്ട് നോക്കിയാൽ മതി, ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കിയോ, വർക്ക് ഡണ്ണിൽ എന്താണ്, ഞാൻ ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ ഫ്രണ്ടിലോട്ടൊരു കാല് വെക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടാ, ഇങ്ങോട്ടാ ആണോ? ആണ്. പക്ഷേ ഈ ഭൂമി എൻ്റെ കാലയിൽ ഒരു ഫോഴ്സ് വരുന്നുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ്, അതെങ്ങോട്ടാ, അത് ഇങ്ങോട്ടാണ്. ഇത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ്, അല്ലേ? ശരിയല്ലേ? ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ട്, ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റും എങ്ങോട്ടാ, ഇങ്ങോട്ടാണ്. ഈ ഫോഴ്സും ഈ ഡിസ്പ്ലേസ്മെൻറ്റും ഇപ്പോൾ ഏത് ആംഗിളിലാണ്, 180 ഡിഗ്രിയിലാണ്. കണ്ടോ, ഈ കേസിലാണ് അങ്ങനെ വരുന്നത്. ഓക്കെ ആണല്ലോ. വേറൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് നമ്മളിവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ ഒരു ഒബ്ജക്റ്റിനെ ഇപ്പം പുള്ളിയുടെ സഹായത്തോടുകൂടി, പുള്ളി എന്ന് പറഞ്ഞാൽ എന്താ, കപ്പി അല്ലേ, കപ്പിയുടെ സഹായത്തോടുകൂടി ഞാൻ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് വെള്ളം കോരുന്ന സമയത്ത് ഇതിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, FG, താഴോട്ടായിരിക്കും. പക്ഷേ ഇതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത് എങ്ങോട്ടായിരിക്കും, മുകളിലോട്ടാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ എത്ര, 180 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നെഗറ്റീവ് വർക്കാണ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? മിഷേലിന് മനസ്സിലായോ? സനയ്ക്ക് മനസ്സിലായോ? മിഷേൽ ആൻഡ് സന മനസ്സിലായി സർ. ഓക്കെ, അപ്പം ആ രണ്ട് എക്സാമ്പിൾ ഇവിടെ നമുക്കൊന്ന് എഴുതാം, നോക്കിക്കോളൂ. ഒന്നാം എക്സാമ്പിൾ എന്ന് എഴുതിക്കോ. എക്സാമ്പിൾ വർക്ക് ഡൺ ബൈ ദ gravitational force, work done by the gravitational force in lifting an object. ശരിയല്ലേ? ആണല്ലോ. രണ്ടാമത്തെ എക്സാമ്പിൾ work done by the friction frictional force while walking or while pulling a car. പുള്ളിങ് എ കാർ ആണല്ലോ. നടക്കുവാണെങ്കിൽ എല്ലാം ഒരേ കണ്ടീഷൻ തന്നെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യണം, ഇല്ലേ? അതായത് വണ്ടിയുടെ ടയറും റോഡും തമ്മിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് ടയർ തേയുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഫ്രണ്ടിലോട്ടും അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ബാക്കിലോട്ടും ആകുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ടയർ തേഞ്ഞ് പോകും. ഓക്കെ, വൈൽ പുള്ളിങ് എ കാർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എഴുതി കഴിഞ്ഞാൽ ബുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയി ഇപ്പം തന്നെ ചെക്ക് ചെയ്ത് തരാം. അടുത്തത് സീറോ വർക്ക് ഹെഡിങ് എഴുതാം. സീറോ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ?
സീറോ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് ഫോഴ്സിൻ്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ 90 ഡിഗ്രി ആണെങ്കിൽ വർക്ക് ഡൺ 0 ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് മൂവ്മെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ വർക്കില്ല. ഇപ്പം ഈ ഭിത്തിയെ പോയി നിന്ന് ഞാൻ തള്ളുക, മൂവ്മെൻറ്റ് ഉണ്ടോ ഭിത്തിക്ക്? വർക്കുണ്ടോ? അപ്പം ഫോഴ്സ് ഉണ്ട്, കൊടുക്കുന്നുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്തില്ല? വർക്കില്ല. വേറൊരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ 90 ആണെങ്കിലും എന്ത് തന്നെയാണ്? വർക്കില്ല എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, എഴുതിക്കോ. പിന്നെ when a force applied on a body produces no displacement, comma, work is said to be 0. Work is said to be 0. ഓർ നമുക്ക് രണ്ട് രീതിയിലും പറയാം. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നില്ലെങ്കിൽ വർക്ക് 0 ആണ്. അല്ലെങ്കിൽ ഈ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ നോർമൽ ടു ഈച്ച് അതർ. പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. നോർമൽ ടു ഈച്ച് അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ ആണ്. The work is said to be എന്താണ്? said to be 0 വർക്ക്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? അങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പടം അതിൻ്റെ താഴോട്ട് വരയ്ക്കേണ്ടതാണ്. അതിൻ്റെ താഴോട്ട് നിങ്ങളിപ്പോൾ എഴുതിയതിൻ്റെ താഴോട്ട് എഴുതേണ്ടതാണ്. ഫോഴ്സ് ഈ ഡയറക്ഷനിൽ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഡയറക്ഷനിൽ. ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഡയറക്ഷനിൽ. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കുമല്ലോ, ആണല്ലോ? അങ്ങനെയാണെങ്കിൽ കോസ് 90 എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നറിയാമോ? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ W=Fs cos തീറ്റ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. W=Fs cos 90 എന്ന് വരുന്നു. അപ്പോൾ W=Fs × 0 എന്ന് വരുന്നു. W= എന്തെന്ന് വരുന്നു? 0. മിഷേലിന് മനസ്സിലായോ? സന മനസ്സിലായി സർ. മനസ്സിലായി. ഓക്കെ. ഇനി ഇതിന് നമുക്ക് 2-3 എക്സാമ്പിൾ കൊടുക്കാം. നോക്കിക്കോളൂ. എക്സാമ്പിൾ എന്ന് എഴുതിക്കോ. എക്സാമ്പിൾ എന്ന് എഴുതിക്കൂ. വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ്. വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ്.
എഴുതിക്കോ. വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ്, വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ്, വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ, യൂണിഫോം സർക്കുലർ മോഷൻ, സർക്കുലർ മോഷൻ, യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു സെൻട്രിപെറ്റൽ ഫോഴ്സിൽ ഫോഴ്സ് എങ്ങോട്ടാണ് മക്കളെ ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സിൽ ഫോഴ്സ് സെൻറ്ററിലോട്ട് ആക്ട് ചെയ്യുന്നത് ഇല്ലേ? ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ് ഉണ്ടാകുന്നത്? വെലോസിറ്റിയുടെ ഡയറക്ഷനിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ തീറ്റ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ വർക്കുണ്ടോ? വർക്കില്ല. ഇതാണ് ഇവിടുത്തെ എക്സാമ്പിൾ. ഓക്കെ ആണല്ലോ? ഓക്കെ. ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടും FC സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇങ്ങോട്ടുമാണ്. അപ്പം എഴുതി വെക്കാൻ നമുക്ക്, നമ്മൾ ഓൾറെഡി പഠിച്ചാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് always acting towards center of circular path, center of circular path, and displacement is along, displacement is along, displacement is along, displacement is along, displacement is along tangent to circular path. സായി ഇതുവരെ എംപോസിഷൻ ഒന്നും എഴുതിയില്ല, മാർക്കുണ്ട്. ഞാൻ പറഞ്ഞതിനകത്തെ കൺസെഷൻ തന്നു, പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ 50 വട്ടം വെച്ച് എഴുതി. ഓക്കെ ആണോ? മിഷേൽ ഓക്കെ ആണോ? മിഷേൽ, സന ഓക്കെ ആണോ? ഇവിടെ ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ. ഓക്കെ. അടുത്ത ഒരു എക്സാമ്പിൾ, അടുത്ത ഡോട്ട് എഴുതിക്കോ. വെന്നെ കൂലി വോക്സ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം, ഇത് എഴുതിക്കോ. വോക്സ് ഓൺ എ ഹൊറിസോണ്ടൽ ഗ്രൗണ്ട്, while carrying a load on his head, no work is done against force of gravity, because the displacement of load is normal to the direction of force of gravity, എഴുതി കഴിഞ്ഞാൽ സായി ഒന്ന് ചെക്ക് ചെയ്യണേ. സായിയുടെ പേപ്പർ വെച്ച് ബുക്ക് വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത്. ആരെ എഴുതി കഴിഞ്ഞു? ബുക്ക് വെച്ചാൽ ഒന്ന് ചെക്ക് ചെയ്ത് വിട്ട്. ആ താജ്മഹലിന്റെ ക്വസ്റ്റിന് മാത്രം 2 മാർക്ക്, ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റിനും 1 മാർക്ക്. which is vertically downward, which is downwards. Vertically downwards. അതെന്താണെന്നറിയാമോ? സിമ്പിളായിട്ട് ഇവിടെ നോക്കിയോ, ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുന്ന പോർട്ടർമാരില്ലേ, ഈ പോർട്ടർമാർ അവർ വെയിറ്റ് എവിടെ ഹാങ് ചെയ്യുന്നത്, അല്ലെ അവരെവിടെ ചുമക്കുന്നത്? തലയില. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു വേർത്തൊലിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 500 രൂപ കൂടി കൊടുത്തേക്കുന്നൊക്കെ നമുക്ക് ചിലപ്പോൾ കഷ്ടം തോന്നും ഇല്ലേ? പക്ഷേ ആക്ച്വലി അവർ വർക്കൊന്നും ചെയ്യുന്നില്ല, തലയെ ചുമ്മിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ? ഇവിടെ ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ, ഇതിൻ്റെ ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഡയറക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് ഇയാൾ നടക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിൻ്റെ ഇങ്ങോട്ടാണ് ഉണ്ടാകുന്നത്. തീറ്റ എന്താ? 90 ഡിഗ്രി. അങ്ങനെയാണ് എന്താ? തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ കോസ് 90 0 ആണ്. അപ്പോൾ വർക്ക് എന്താ? ക്ലിയർ ആണോ മിഷേൽ? ക്ലിയർ ആണോ? അതെ സർ. സന ക്ലിയർ ആണോ? സന ഓക്കെ ആണ് സർ. ഓക്കെ.
ഇനി അടുത്തത് ഹെഡിങ് എഴുതിക്കോ, വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. എന്താ ഈ വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബോഡി മോളിൽ നിന്ന് താഴോട്ട് വീഴുമ്പം ഫോഴ്സ് എങ്ങോട്ടാ, അതിനെ ഇതിലോട്ട് വലിക്കുക അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ് ഉണ്ടാകുന്നത്? ഇങ്ങോട്ട് തന്നെ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ ബോഡിയുടെ മണ്ടയ്ക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, താഴോട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കിയോ, കൺസിഡർ എ ബോഡി ഓഫ് മാസ് m moving downwards from ഇവിടെ പോകാൻ സമയമായെങ്കിൽ ബുക്ക് അവിടെ വെച്ചു, ഞാൻ ചെക്ക് ചെയ്തോളാം. ബുക്ക് അവിടെ വെച്ചു, അവിടോട്ട് വെച്ചു. ഒരുമിച്ച് വെച്ചു. കൺസിഡർ എ ബോഡി ഓഫ് മാസ് m മൂവിങ് downwards from height h either directly or മൂന്നാമത്തെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇൻഡസ്ട്രിയൽ പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് അതിന് ഒരു മാർക്ക് കൊടുത്തേ. ഒരു മാർക്ക് ഇട്ട് കൊടുത്തു, ഒരു മാർക്ക് കൊടുത്തേ. എഴുതണം 10 വട്ടം ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ടോ കേട്ടോ. Okay, നോക്കിയോ. അതായത് കൺസിഡർ എ ബോഡി ഓഫ് മാസ് m മൂവിങ് ഡൗൺവേർഡ്സ് ഫ്രം ഹൈറ്റ് h either directly or through inclined plane. അതായത് ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മുകളിൽ താഴോട്ട് വരിക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ ചരിഞ്ഞ് ഇങ്ങനെ എന്താ സ്ലൈഡ് ചെയ്ത് ഇറങ്ങി വരിക. ഓക്കെ, അപ്പം ഓർ ത്രൂ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ലെറ്റ് f be the force of gravity acting on the body. ജോഹാന്റെ ബുക്ക് അവിടെ വെച്ചോ, ഞാൻ ചെക്ക് ചെയ്യട്ടെ. ജോഹാന്റെ ബുക്ക് അവിടെ വെയ്, ഇപ്പൊ മാർക്ക് കിട്ടുന്ന ബുക്ക് അവിടെ വെച്ചോ. ലെറ്റ് f be the force of gravity acting on the body vertically downwards. Let h be the displacement. That is നമ്മൾ s നമ്മൾ h ആയിട്ട് എടുക്കാൻ പോകും. That is s h. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്തായിട്ട് എടുക്കാൻ പോവാം, h ആയിട്ട് എടുക്കാൻ പോവാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതാണ് എർത്ത് എന്ന് വിചാരിച്ചോ. ഒരു ഒബ്ജക്റ്റിനെ മുകളിൽ നിന്ന് എന്ത് ചെയ്യുക, താഴോട്ട് ഇടാൻ പോവാം. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് ആണ് h. അതായത് ഇത് മൂവ് ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് s ആണ്. എസിനെ നമ്മൾ എന്തായിട്ട് എടുത്തു, h ആയിട്ട് എടുത്തു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ഒബ്ജക്റ്റിന്റെ മണ്ടയ്ക്ക് ഏത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്, ഇങ്ങോട്ട്. ഡിസ്പ്ലേസ്മെന്റ് ഏത് ഡയറക്ഷനിലാണ് ഉണ്ടാകുന്നത്, ഇങ്ങോട്ട്. അങ്ങനെയാണ് ഇവിടെ പോസിറ്റീവ് വർക്കാണ് ഉണ്ടാകുന്നത് ഇല്ലേ, കാരണം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ, ശരിയോ? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ പറയുന്ന വർക്ക് പോസിറ്റീവ് വർക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ വർക്ക് എഴുതാം. വർക്ക് ഈസിക്കലും എന്താ എഫ് എസ് കോസ് തീറ്റയാണ്, ആണോ? അങ്ങനെയാണ് w ഈസിക്കൽ ടു എഫ് എസ്
കോസ് എന്തെന്ന് വരുന്നത് ഇവിടെ രണ്ടും ഒരു ഡയറക്ഷനിലോട്ടാണ്. ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഈ ഡയറക്ഷനിലോട്ടാണ്, ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ് ഈ ഡയറക്ഷനിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്താ മക്കളെ? തീറ്റ 0 ആണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് W ഈസിക്കൽ എന്തെന്ന് വരും? FS × 1 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ W ഈസിക്കൽ നമുക്കറിയാം ഫോഴ്സ് എന്താ ഇങ്ങോട്ടേക്ക് വലിക്കുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലേ? ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ mg എന്നാണ് നമ്മൾ പറയുന്നത്. എസിനെ നമ്മൾ h ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? mg h ആയിരിക്കും. ഇത് ഓർക്കണം, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് mg h ആണ്. ക്ലിയർ ആണോ? ആണെങ്കിലേ ആണെന്ന് പറയാം കേട്ടോ. മിഷേലിന് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറയാം. മനസ്സിലായി. സനയ്ക്ക് മനസ്സിലായി. യൂണിറ്റ്സ് ഓഫ് വർക്ക് അടുത്ത ഹെഡിങ് എഴുതുക. യൂണിറ്റ്സ് ഓഫ് വർക്ക് SI യൂണിറ്റ് എന്ന് എഴുതിയിട്ട് എന്തെന്ന് കൊടുക്കാം? SI യൂണിറ്റ് ജൂളാണ്. SI യൂണിറ്റ് ജൂളാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം. SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ ജൂളാണ്. ഓക്കെ, 1 ജൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവനെ എങ്ങനെ എഴുതാമെന്നറിയാമോ? 1 ജൂളിനെ നമുക്ക് 1 ന്യൂട്ടൺ ഇൻറ്റു എന്തെന്ന് എഴുതാം? 1 മീറ്റർ എന്ന് എഴുതാം. അത് ഓർത്ത് വെച്ചോണം. 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ. അന്നേരം 1 ജൂളിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ എന്താ എഴുതേണ്ടത്? ഇങ്ങനെ ഡിഫൈൻ 1 ജൂൾ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഡിഫൈൻ 1 ജൂൾ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. 1 ജൂൾ ഓഫ് വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ when a force of 1 Newton displaces a body through a distance of 1 meter in its own direction. അതായത് 1 ജൂൾ എന്ന് പറഞ്ഞാൽ എന്താ? 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ എന്നാണ്. അതായത് 1 ജൂൾ ഓഫ് വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ വെൻ എ ഫോഴ്സ് ഓഫ് 1 ന്യൂട്ടൺ ഡിസ്പ്ലേസസ് എ ബോഡി ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ. 1 മീറ്റർ ഡിസ്റ്റൻസ് ഒരു ബോഡിയെ തള്ളി നീക്കാൻ വേണ്ടി 1 ന്യൂട്ടൺ ഫോഴ്സ് ആണ് നിങ്ങൾ ഉപയോഗിച്ചെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ ആണ് 1 ജൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സന ഓക്കെ ആണോ? മിഷേൽ ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് ഈ 1 കിലോ ജൂൾ എന്ന് പറയുന്നതിന് നമുക്ക് 10⁻³ ജൂൾ എന്ന് എഴുതാം. അതൊന്ന് എഴുതി വെച്ചേക്കണം. അതേപോലെ തന്നെ 1 മെഗാ ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് 10⁻6 ജൂൾ എന്ന് എഴുതാം. 1 ജിഗാ ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ 10⁻9 ജൂൾ എന്ന് എഴുതാം. അതൊന്ന് ഓർത്ത് വെച്ചോണം. ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെച്ചോടാം. ടെക്സ്റ്റ് ബുക്ക് ആണോ അത്? ഇനി ഇതിപ്പോൾ SI സിസ്റ്റത്തിനെ പറ്റി, SI യൂണിറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഇനി CGS യൂണിറ്റിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. CGS യൂണിറ്റ് എന്താണെന്നറിയാമോ? എർഗാണ് CGS യൂണിറ്റ്. അപ്പോൾ നമ്മൾ 1 ജൂളിനെ നമ്മൾ എങ്ങനെ എഴുതിയത്? 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ ആണെങ്കിൽ 1 എർഗിനെ എങ്ങനെ എഴുതുന്നത് അറിയോ? 1 ഡൈൻ ഇൻറ്റു 1 സെൻറ്റിമീറ്റർ എന്ന് എഴുതും. അപ്പം 1 എർഗ് ഈസ് ഈക്വൽ ടു 1 ഡൈൻ ഇൻറ്റു 1 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അപ്പം ഇവിടെ ഇങ്ങനെ എഴുതാം. 1 എർഗ് ഓഫ് വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ when a force of 1 dyne displaces a body through a distance of 1 centimeter in its own direction. നീ തലേ കൈ വെച്ചിരിക്കുന്നു, ഉറക്കം വരുന്നു.
എഴുതിയോ? അപ്പോൾ 1 എർഗിനെ എങ്ങനെ പറയാം? 1 ടൈം ഫോഴ്സ് ഉപയോഗിച്ചിട്ട് 1 സെൻറ്റിമീറ്റർ നീളത്തിലേക്ക് ഒരു ബോഡീനെ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വർക്കാണ് 1 എർഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മിഷേൽ ഓക്കെ ആണോ? സന ഓക്കെ ആണോ? Okay, sir. Okay. ഇനി നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ജൂൾ ആൻഡ് എർഗ്. റിലേഷൻ ബിറ്റ്വീൻ ജൂൾ ആൻഡ് എർഗ്. 1 ജൂളിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ജൂൾ ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ ഇൻറ്റു എന്താ? 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ എന്ന് എഴുതാം. ആണോ? 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ എന്ന് എഴുതാം. ആണല്ലോ. 1 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ 10⁵ ഡൈൻ അല്ലേ? ആണോ? ഇൻറ്റു 1 മീറ്റർ എന്ന് പറയുമ്പോൾ 10 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പവറിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10⁵ + 2 ഡൈൻ സെൻറ്റിമീറ്റർ എന്ന് കിട്ടത്തില്ലേ? കിട്ടുമോ? കിട്ടും. അങ്ങനെയാണെങ്കിൽ 10⁵ + 2 എന്ന് പറയുമ്പോൾ 10�7 ഡൈൻ സെൻറ്റിമീറ്റർ എന്ന് വരും. ആണോ? അതായത് നമുക്ക് 10�7 എർഗ് എന്ന് വരും. അതായത് 1 ജൂൾ എന്ന് പറഞ്ഞാൽ എന്താ? 1 ജൂൾ എന്ന് പറയുമ്പോഴത്തേക്കും 10�7 എർഗ് ആയിരിക്കും. ഇതാണ് റിലേഷൻ. ഓക്കെ ആണോ? എഴുതി റിയാക്ഷനിൽ എഴുതി. എഴുതിയോ? ഇത്രയും കാര്യങ്ങൾ എഴുതിയോ? സന, മിഷേൽ ഒക്കെ എഴുതിയോ? Yes, sir. ഓക്കെ. നമുക്ക് പവറും കൂടെ പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. പവറിനെ പറ്റിയും കൂടെ പഠിക്കാം. വർക്ക്, എനർജി, പവർ ആയിരുന്നു. അപ്പം ഞാൻ പവർ പഠിപ്പിക്കാം, പിന്നീട് എനർജി പഠിപ്പിക്കാം. ഓക്കെ. അപ്പോൾ അടുത്തത് പവർ. ഹെഡിങ് എഴുതിക്കോ. പവർ. എന്താണ് പവർ? പവർ എന്ന് പറഞ്ഞാൽ എന്താ ആരോണേ? പവർ എന്ന് പറഞ്ഞാൽ എന്താ? എടാ നീ നേരേക്ക് അവൾ കൂടെ കാണണ്ടേ? നീ ചിലപ്പോൾ ബാക്കിലോട്ട് ഇറങ്ങിയിരുന്നു. അങ്ങനെ ചെയ്യും. നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ ഇരിക്കാതെ. പറ. പവർ ഈസിക്കൽ എന്താ? വർക്ക് ബൈ ടൈം. ഒരു ഉദാഹരണം പറയാം. അതായത് ആരോണ് ഒരു 50 കിലോ കല്ല് പൊക്കി എടുത്തിട്ട് ആരോണോട് പറയാം ഒരു 10 മീറ്റർ അപ്പുറത്തിടാൻ പറയുന്നു. ആരോണത് 10 മിനിറ്റ് എടുത്താൽ ചെയ്തത്. സനയോട് പറയുന്നു, സന അതേ സെയിം വർക്ക് ചെയ്യാൻ. അതായത് 50 കിലോയുടെ കല്ല് 10 മീറ്റർ അപ്പുറത്തിടാൻ പറയുമ്പോൾ സന അത് 15 മിനിറ്റ് ഉള്ളിലാണ് ചെയ്യുന്നത്. എന്താണ് നമ്മുടെ ദിവ്യയോടൊക്കെ പറഞ്ഞപ്പോൾ ദിവ്യ അത് 20 മിനിറ്റ് എടുത്തായത്. മിഷേലിനോട് പറഞ്ഞപ്പോൾ മിഷേൽ അത് 30 മിനിറ്റ് എടുത്തിട്ടായത്. അപ്പം ഈ നിങ്ങളിൽ 4 പേർക്കും ആർക്കാണ് ഇപ്പോൾ പവർ കൂടുതൽ? ആരോണ. കാരണം എന്താ? ഒരു സെയിം വർക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത് തീർത്തോണ്ട് ആരോണ് പവർ കൂടുതലെന്ന് പറയാൻ പറ്റും. ആണല്ലോ. അതുകൊണ്ടാണ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബൈ ടൈം. ഒരു പെർട്ടിക്കുലർ ടൈമിനനുസരിച്ച് അല്ലെങ്കിൽ ടൈമിനുള്ളിൽ ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഇല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. It is the rate of doing work. It is the rate of doing work. അപ്പോൾ ഇക്വേഷൻ എഴുതാം. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. യൂണിറ്റിലേക്ക് വരുമ്പോൾ നോക്കിയോ. യൂണിറ്റിലേക്ക് വരുമ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ജൂൾ പെർ സെക്കൻഡ് നമ്മൾ എന്ത് വിളിക്കുന്ന അറിയാമോ? വാട്ട്സ് എന്ന് വിളിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് SI യൂണിറ്റ് ഓഫ് പവർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതാം? SI യൂണിറ്റ് ഓഫ് പവർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതാം? പവർ എന്താണ്? പവർ എന്ന് പറയുന്നത് ഈസ് വാട്ട്സ്. ഇനി ഒരു ഡോട്ട് ഇട്ട് താഴോട്ട് 2 കാര്യം കൂടെ എഴുതിക്കോളൂ. പവർ
പവർ സ്പെൻഡ് ബൈ എ സോഴ്സ്. Depends on two factors. ഒന്ന് എമൗണ്ട് ഓഫ് വർക്കും രണ്ട് ടൈം ടേക്കൺ. എടാ അത്രയും ബുക്കും താഴോട്ടുണ്ട് വെച്ചേടാ, താഴത്തെ മേശയുടെ ഉണ്ടെങ്കിൽ വെച്ചു. സന അതേപോലെ മിഷേൽ എവിടം വരെ എഴുതിയായിരുന്നു? സന, മിഷേൽ എവിടം വരെ എഴുതിയായിരുന്നു പറഞ്ഞേ. മിഷേൽ സന ആൻഡ് മിഷേൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. സന കേൾക്കാമോ? സന മിഷേൽ രണ്ടുപേരും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. സന കേൾക്കാമോ? യെസ് സർ. ഓക്കെ, എവിടം വരെ എഴുതി? സനയും മിഷേലും എവിടം വരെ എഴുതി? യൂണിറ്റ് ഓഫ് പവർ വരെ എഴുതി. യൂണിറ്റ് ഓഫ് പവർ. അപ്പോൾ ഇതും കൂടെ എഴുതിക്കും, ഇതും കൂടെ എഴുതിയിട്ട് നിർത്തിയേക്കാം. അതായത് പവർ സ്പെൻഡ് ബൈ എ സോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ടു ഫാക്ടേഴ്സ്. ഒന്ന് എമൗണ്ട് ഓഫ് വർക്കും ടൈം ടേക്കണം.